ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 3 നാളികേരം എടുത്തിട്ടുണ്ട്. അത് ചെറുതായത് കൊണ്ടാണ്, അപ്പോൾ 1 നാളികേരം ആണത്. അപ്പോൾ അങ്ങനെ 3 എണ്ണമാണ്. ഞാൻ 3 നാളികേരം വെച്ചിട്ടാണ് തേങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. ഈ നാളികേരം ഇപ്പോൾ വെള്ളം വറ്റിയ നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് അടർത്തി എടുത്തിട്ട് ചെത്തിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും നാളികേരം ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെത്തിയിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ചിരവിയിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ ഒരുപോലെ പൊടിഞ്ഞ് കിട്ടും. മറ്റേത് ചിരവിയിട്ട് വെറുതെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ചിരവുമ്പോൾ. അപ്പോൾ അത് വറക്കുമ്പോൾ ഒരേപോലെ മൂപ്പാവില്ല. അപ്പോൾ ചിരവാണെങ്കിലും ചിരവിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മല്ലിയും മുളകൊക്കെ ഒന്ന് വറക്കാണ്ട്, അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇത് വേറെ വേറെയാണ് ഞാൻ വറക്കുന്നത്, അപ്പോൾ നല്ലപോലെ മൂത്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറു തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഞാൻ ഈ ഒരു രീതിയിലാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ മല്ലിയൊന്ന് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് മൂപ്പായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 10-15 മുളക്, വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. മല്ലി മുളകും നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇതല്ലാതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ തേങ്ങയിലിട്ടിട്ട് ഒന്നും കൂടിയും വറവാക്കുമ്പോൾ അപ്പോഴൊന്ന് മൂക്കും. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ആദ്യം വറുത്തെടുത്തതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി നുറുക്കിയതുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മൂക്കുമ്പോൾ ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒന്ന് മൂത്ത് വന്നോളും. ഒപ്പം തന്നെ 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിടണം.
അതൊന്ന് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം ചെറുതാക്കിയിട്ട്. കുരുവൊന്നുമില്ലാത്ത പുളിയാണ്, അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് കാലം വരെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാം. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാം, കേടൊന്നും വരില്ല. അപ്പോൾ തേങ്ങ നല്ല പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ മൂത്തോളും. പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ചെറു ചൂടിൽ തന്നെ നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, ഒരു ചെറിയ ചൂടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇനി ഇത് മൊത്തത്തിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. ഇത് കാറ്റ് കിടക്കാത്ത ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചാൽ ഒരുപാട് കാലം ഇരിക്കും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ളൊരു തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്